നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രധാനമായും ഇന്ന് വെള്ളിയാഴ്ചയാണ്. സർ, കഴിഞ്ഞ തവണയൊക്കെ തന്നെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഹിസ്ബുള്ളയ്ക്കും ഇറാനികളെയും സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരം പിടിച്ച, അല്ലെങ്കിൽ വെള്ളിയാഴ്ച കടന്നു പോകാൻ അവർ കുറച്ച് ഭയക്കുന്നുണ്ട്. കാരണം ഇസ്രായേലിന്റെ പലതരം ഓപ്പറേഷനുകളും വെള്ളിയാഴ്ചകളിലായിരുന്നു നടന്നത്. പല തലവന്മാരുടെയും തല നശിച്ചത് ഈ വെള്ളിയാഴ്ചകളിലായിരുന്നു. ഇന്നും ഇപ്പോൾ അതുപോലെ ചില വാർത്തകൾ വരുന്നുണ്ട്. ഹസൻ നസ്രുള്ളയുടെ മരുമകൻ ഫസൻ ഈ ജഫാർ അൽ ഖാസിൻ, പുള്ളിയുടെ മരണം സ്ഥിരീകരിക്കുകയാണ് വെള്ളിയാഴ്ച തന്നെ. ഇതേ അവസരത്തില് ഇറാന്റെ തലവൻ ഇന്നൊരു പൊതു പ്രഭാഷണം നടത്തുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ചില തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇപ്പൊ എന്തായാലും ഇത് യുദ്ധം പുതിയൊരു തലത്തിലേക്ക് അങ്ങ് മാറിയിരിക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പൊ ഇസ്രായേലിന് ഇപ്പൊ ആണ് ജോലി ഒരുപാട് കൂടുതൽ നിൽക്കുന്നത്. ഇസ്രായേൽ ഒരേ സമയം എത്ര പേരുമായിട്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കിയേ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലെബനിലോട്ട് ഇവര് ഇസ്രായേൽ കയറിയപ്പോൾ, അധിനിവേശം ഉണ്ടായപ്പോൾ ഹിസ്ബുള്ളയെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ സൈനികരങ്ങ് മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ സൈനികര് ഇവർക്കെതിരെ രംഗത്ത് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെതിരെ രംഗത്ത് വരാൻ തുടങ്ങി. കാരണം നേരത്തെ ലെബനിലെ സൈനികരങ്ങ് മാറിക്കൊടുത്തു. ഹിസ്ബുള്ളയെ തുരത്താൻ വേണ്ടിയല്ലേ വരുന്നത്, അവര് തമ്മിലാകട്ടെ എന്ന് പറഞ്ഞ് മാറിക്കൊടുത്തു. അപ്പൊ ഇറാൻ ഭരണകൂടവും ലെബൻ ഭരണകൂടവും അതിനകത്ത് നിൽക്കുകയായിരുന്നു. കാരണം പക്ഷെ ഇപ്പോൾ അവർ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് യുദ്ധം ഒന്നുകൂടെ രൂക്ഷമാക്കും. അതിനോടൊപ്പം തന്നെ ഇറാൻ ഇടയ്ക്ക് മിസൈൽ അയക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ലെബനൻ പട്ടാളം തിരിച്ചടിക്കാൻ തുടങ്ങി. ഇത്തവണ ആദ്യമായിട്ടാണ് ലെബൻ സൈന്യം രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ ബെയ്റൂത്ത് അതിമാരകമായിട്ടുള്ള മിസൈൽ വർഷമൊക്കെ ആയിരുന്നു. വലിയ രീതിയിലുള്ള, കാരണം അവിടെ ഈ ഹിസ്ബുള്ളയുടെ അതിന്റെ അകത്തെ ബങ്കറുകളിലാണല്ലോ ഇപ്പോഴത്തെ കാഴ്ച. കാരണം പുറം ലോകം കാണാൻ കഴിയുന്നില്ല ഹിസ്ബുള്ള തലവന്മാർക്ക്. ഇപ്പോൾ നിലവിലുള്ള തലവനടക്കം പുറം ലോകം കാണാൻ പറ്റുന്നില്ല. അതായത് ഈ ഹാഷിം സെയ്ഫുദ്ദീനൊന്നും പുറം ലോകം ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ബംഗറിലാണ് ഈ മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്, യോഗം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയും സമാനമായ ഒരു യോഗം നടത്തിയിരുന്നു. ആ യോഗത്തിൽ അയാളെ ലക്ഷ്യമിട്ട പുതിയ തലവനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ബങ്കർ അറ്റാക്ക് നടന്നതെന്നാണ് അത് പറയുന്നുണ്ട്. പിൻഗാമിയെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇവരുടെ മുഴുവൻ ആക്രമണവും നടക്കുന്നത്. അപ്പൊ ഈ ഭൂഗർഭ ബങ്കറിലാണ് അഭയം തേടിയിരിക്കുന്നത്. ഇപ്പം ഇത്തരത്തിലുള്ള ഇവരെല്ലാം തന്നെ ഒളിച്ചിട്ടുള്ളത് ഭൂഗർഭ ബങ്കറിലാണ്. നസറുള്ളയെ വധിച്ചതും അതിനകത്ത് വെച്ച് തന്നെയാണ്. ഇസ്രായേലിന്റെ പുതിയ മിസൈലിന്റെ പേര് ബങ്കർ ബാസ്റ്റ് എന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ബങ്കറുകളെ പൂർണ്ണമായും കുഴിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളത്. അപ്പൊ ഈ ലെബനിലാണെങ്കിൽ പാർലമെന്റിന് സമീപമുള്ള ഒരു കെട്ടിടമാണ് ഇസ്രായേൽ തകർത്തത്. അവിടെ അതിനടുക്കലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും മറ്റ് ഓഫീസുകളും ഒക്കെ പ്രവർത്തിക്കുന്നിടമാണ്. അവിടെ ഏതാണ്ട് 9 പേരെ കൊല്ലപ്പെടുകയും ചെയ്തു. ആദ്യമായിട്ടാണ് ഇസ്രായേൽ ബെയ്റൂട്ടിനെ ലക്ഷ്യമിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതായത് ബെയ്റൂട്ടിനെ തന്നെ ലക്ഷ്യമിടുന്നു എന്നാണോ സാർ അതിനർത്ഥം? കാരണം നേരത്തെ ഹിസ്ബുള്ള കമാൻഡർമാരെ എവിടെ ഉണ്ടെങ്കിലും അവരെ ലക്ഷ്യമിടുന്നു. എന്നാൽ ലെബനൻ എന്ന നിലയിൽ, അതായത് ബെയ്റൂത്ത് ലെബന്റെ തലസ്ഥാനമാണ്, അപ്പോൾ ലെബനനെ പിടിക്കുക, ബെയ്റൂത്തിനെ പിടിക്കുക, അങ്ങനെ ലക്ഷ്യമിട്ട് നീങ്ങുന്നു എന്നാണോ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അല്ല, ആ പ്രദേശം ലക്ഷ്യമിട്ട് നീങ്ങുകയാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുമ്പോഴേ ഈ അതിർത്തിയിലോട്ട് കയറി കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ അത് മുഴുവനായിട്ട് ലക്ഷ്യമിടുകയാണ്. ഇപ്പൊ ആ പ്രദേശത്ത് നിന്ന് ജനങ്ങൾ ഒഴിയാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. 20ഓളം ഗ്രാമങ്ങൾ ഒഴിയാൻ പറയുന്നു. ഏതാണ്ട് ഒരാഴ്ചയായിട്ട് ലെബനിൽ നിന്ന് 2.5 ലക്ഷത്തോളം പേര് സിറിയയിലേക്ക് പലായനം ചെയ്തു എന്നാണ് കണക്ക് പറയുന്നത്. 12 ലക്ഷം ലെബൻകാർക്ക് വീടുകൾ ഒഴിഞ്ഞു എന്ന് മറ്റൊരു കണക്കും പറയുന്നുണ്ട്. ഇനി ഇതേ അവസരത്തിൽ തന്നെ ഇറാന്റെ തലവൻ പറയുന്നുണ്ട്, ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള പറച്ചിലിൽ നമുക്കൊരു സംശയം, ഇസ്രായേലിനെ ഭയന്നാണോ നിൽക്കുന്നതെന്നൊരു സംശയമുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ മതപ്രഭാഷണം ആയിരിക്കണമല്ലോ അവർ പ്രധാനമായും ലക്ഷ്യം വെക്കുക. ഇന്ന് അവിടുത്തെ തലവന്റെ ഒരു പ്രഭാഷണം ഉണ്ട് എന്ന് പറയാം, പൊതു പ്രഭാഷണം. അത് പക്ഷെ എത്രത്തോളം സേഫ് ആണ് എന്നുള്ള കാര്യത്തിൽ അത് ചിലപ്പോൾ ലക്ഷ്യമിടുമോ എന്നുള്ളത് സംശയിക്കേണ്ടിരിക്കുന്നു. കാരണം ഇങ്ങനെയുള്ളിടങ്ങളിലേക്കൊക്കെയാണ് മുൻകാലങ്ങളിൽ യുദ്ധം നടന്നിട്ടുള്ളത് സമയത്തൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. സാർ, എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമായി തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും മൊസാദിന്റെ ചാരക്കണ്ണുകൾ, ആ ചാരച്ചെവികളൊക്കെ വളരെ സജീവമാണ്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി ഇങ്ങനെ ബെയ്റൂത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം അല്ലെങ്കിൽ യോഗം നടക്കുമെന്ന് അവർക്ക് കിട്ടിയ ആ ഒരു അറിവ്, അതിനുശേഷം ഉണ്ടാകുന്ന ഈ ഒരു അറ്റാക്ക്, അതിൽ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹസൻ നസ്രുള്ളയുടെ തന്നെ മരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ
മരുമകൻ മരിക്കുന്നു. ഒരു ദിവസം 7 ദിവസം പോലും ആകുന്നില്ല, ആ ഒരു ഗ്യാപ്പില്ല. അപ്പൊ ഇത്രയും സജീവമായി അവർ മൊസാദിൽ അതുകൊണ്ട് തന്നെയാണ് ശ്രീജ ഇവർക്ക് ഭയം ഉണ്ടായിരിക്കുന്നത്. ഇറാന് ഭയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഇടയ്ക്ക് അവർ പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണ്. കാരണം അവർക്കൊരു സമ്മർദ്ദം ഉണ്ടായി. കാരണം ഇത്തരത്തിലുള്ള ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചു, ഇറാന്റെ മറ്റൊരു തലവനെ വധിച്ചു. അതില് ഈ കുറച്ചൊരു അഭിമാന പ്രശ്നം കൂടിയുണ്ട്. അതിനുവേണ്ടിയാണ് തിരിച്ച് ഈ 181 മിസൈലുകൾ അങ്ങോട്ട് വിട്ട് തങ്ങളും കരുത്തരാണ്, സൈനിക ശക്തിയുള്ളവരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണല്ലോ. പക്ഷെ ആയുധബലം കൂടുതൽ ഇസ്രായേലിനുമാണ്. പക്ഷെ എന്തായാലും അതിനൊരു തിരിച്ചടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് ഇറാന് മേൽ US ഉപരോധം ചുമത്തിയിരിക്കുകയാണ് ചില കാര്യങ്ങളിലൊക്കെ. പിന്നെ US ഈ സമയത്തും ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുമ്പോഴും പറയുന്നുണ്ട് നിയന്ത്രണം പാലിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ റഷ്യ ഇവരോട് പറയുന്നുണ്ട്, ഇറാനോട് പറയുന്നുണ്ട് ആത്മസംയമനം പാലിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് സംഗതി മറിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എണ്ണവില അങ്ങ് മാറും. ഇപ്പോൾ തന്നെ വിപണിയിൽ വലിയ ആശങ്കയിൽ നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഭയക്കുകയാണ്. ഇന്ത്യ ഭയക്കുന്നുണ്ട്. അതുപോലെ കാരണം ഇത് ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഒരു വലിയ സംഭവമാണല്ലോ. അപ്പൊ ഇവരെ എണ്ണപ്പാടമാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ വിപണിയില് എണ്ണവില കുതിക്കും, എണ്ണയ്ക്ക് ക്ഷാമമുണ്ടാകും എന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പൊ റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മളത് പക്ഷേ പ്രധാനമന്ത്രി വളരെ തന്ത്രപൂർവ്വം നിന്നുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ പരിഹരിച്ചു പോയി. റഷ്യയുമായിട്ടും ഉക്രൈനുമായിട്ടും നമ്മുടെ രാജ്യം വലിയ സൗഹൃദം സ്ഥാപിച്ചിട്ടുള്ളതാണ്. കാരണം 2 രാഷ്ട്രത്തലവന്മാരെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാർ, ഈ പ്രധാനമായും അമേരിക്കയുടെ ടാക്ടിക് ആയിരിക്കുമോ ഇത്തരത്തിൽ ഇസ്രായേലിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. അതേ ഘട്ടത്തിൽ തന്നെ ഇനി അടിയിലൂടെ അണ്ടർഗ്രൗണ്ട് ആയിട്ട് നൽകുന്നു. അപ്പോ നിങ്ങൾ ആക്രമിച്ചോളൂ എന്നുള്ള ഒരു മൗനാനുവാദം നൽകുന്നതായിരിക്കുമോ നമ്മൾ കാണാൻ പോകും? പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തില് അമേരിക്കയുടെ ആ പഴയ ഒരു സാഹചര്യം ഒന്നും അല്ല ഇപ്പോൾ നിലവിലുള്ളത്. സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ അതൊന്ന്, പിന്നെ തെരഞ്ഞെടുപ്പ് സമയമാണ്. ഈ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ മറ്റൊരു വലിയൊരു തിരിച്ചടി കൊടുക്കാനായിട്ട് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം അതൊക്കെ ഇവർക്ക് തിരിച്ചടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പിൽ തോൽക്കും എന്നുള്ള ട്രംപ് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇറാനൊക്കെ അവരുടെ ഇത് നിലവിട്ട് പോകരുത് എന്നും പറയുകയും ചെയ്യുന്നു. ഇറാനെ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ട ഒരാൾ കൂടിയാണ്. അതെ. ഓക്കെ, തീർച്ചയായും എനിക്ക് ചരിത്രം ഒന്ന് പരിശോധിച്ചപ്പോൾ മൊസാദ് അടക്കം പണ്ട് ഇറാനെ ആയുധം നൽകി സഹായിച്ച ഒരു ചരിത്രം ഇറാൻ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നല്ലേ സാർ പണ്ടൊക്കെ? മുമ്പ് ഇറാൻ അത്തരത്തിലുള്ള സഹായം ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഈ സന്നാഹങ്ങളൊക്കെ ഒരുപാട് ഉണ്ടല്ലോ. അതൊക്കെ പക്ഷെ ഇവരുടെ കയ്യിൽ ഇരിക്കുന്ന ആയുധങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ വളരെ പഴയതും പുതിയ തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അവരിലേക്ക് വന്നിട്ടില്ല. പക്ഷെ മറിച്ച് ഇസ്രായേലിൽ എന്ന് പറഞ്ഞാൽ അത് നേരെ തിരിച്ചാണ്. പക്ഷെ ഇപ്പൊ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ അവർക്ക് ലഭിക്കുന്നു. ഫത്ത എന്ന് പറഞ്ഞാൽ അത് അറബി വാക്കാണ്, തുറക്കുന്നത് എന്നാണ് അർത്ഥം. അതിന് ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയിലെന്നാ പറയുന്നത്. 1400 കിലോമീറ്റർ വരെ അതിന്റെ ദൂര പരിധിയുണ്ട്, അവിടെ ചെന്ന് വീഴുമെന്നുള്ളതാണ് പറയുന്നത്. അത് പക്ഷേ അതിനെ നശിപ്പിക്കാൻ തക്ക ശക്തി ആർക്കുണ്ട്? ഇവർക്കുണ്ട്, ഇസ്രായേലിനുണ്ട്. അത് ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത് മഹാഭാരതത്തില് പിന്നെ അശ്വത്ഥമാവും അർജുനനും കൂടി ഇതുപോലെ അസ്ത്രം എയ്ത് കഴിഞ്ഞപ്പോൾ, പണ്ട് മിസൈലിന്റെ ഒക്കെ ഒരു പൂർവ്വരൂപമാണ് അത്, എയറിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അശ്വത്ഥമാവിന് പിൻവലിക്കാൻ അറിയാം, പക്ഷെ അർജുനന് അത് അല്ല, അശ്വത്ഥമാവിന് പിൻവലിക്കാൻ അറിയില്ല, അർജുനന് പക്ഷെ പിൻവലിക്കാൻ അറിയാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായാലും മൊസാദിന്റെ ആ ചാരക്കണ്ണുകളും മൊസാദിന്റെ ചെവികളും ഒക്കെ തന്നെ എപ്പോഴും കൂർമ്മതയിൽ തന്നെ നിൽക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ അവിടുത്തെ ഇറാനിലെ ആ പിന്നെ അവരുടെ മേധാവിയുടെ ആ പ്രഭാഷണം കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടോന്ന് കൂടി നമുക്ക് ഇനി ആ പ്രഭാഷണത്തിൽ ആ സമയത്ത് ഇനി എന്തെങ്കിലും നടക്കുമോ എന്ന് പോലും അറിയാം. അറിയാം. എന്തായാലും കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്നത്. നമസ്കാരം.